Hello, this is Dr. Abbas Watoli, Assistant Professor, Amal College of Advanced Studies, Nilambur. ഡിഗ്രി അല്ലെങ്കിൽ പി ജി ലെവലിൽ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനെ 5 ചാപ്റ്ററുകളായിട്ടാണ് സ്ട്രക്ചർ ചെയ്യാറുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് ചാപ്റ്റർ ലിറ്ററേച്ചർ റിവ്യൂ, തേർഡ് തിയോറിറ്റിക്കൽ ഫ്രെയിംവർക്ക്, ഫോർത്ത് ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ഫിഫ്ത്ത് ഫൈൻഡിങ്, സജഷൻ ആൻഡ് കൺക്ലൂഷൻ. അതിൽ ഇൻട്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി പ്രോജക്റ്റ് പ്രപ്പോസൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഒരു കുറച്ചും കൂടി ഡീറ്റെയിൽഡ് വേർഷനാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ ലിറ്ററേച്ചർ റിവ്യൂ എന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ടോപ്പിക്കിലുള്ള പ്രീവിയസ് സ്റ്റഡീസിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റുകളാണ് ഉൾപ്പെടുത്തേണ്ടത്. ഡിഗ്രി ലെവലിൽ ഒരു 10 to 15 ലിറ്ററേച്ചേഴ്സ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്താൽ മതി. അത് പി ജിയിലേക്ക് പോകുമ്പോൾ അത് 20 to 30 ആവാം. അങ്ങനെ പി എച്ച് ഡി ലെവലിൽ എത്തുമ്പോഴേക്കും ഒരു 200-250 നമ്പർ ഓഫ് ലിറ്ററേച്ചേഴ്സ് നമ്മൾ റിവ്യൂ ചെയ്യണം. ഈ ലിറ്ററേച്ചർ റിവ്യൂവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് റിസർച്ച് ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. റിസർച്ച് എപ്പോഴും ന്യൂ നോളജ് ആയിരിക്കണം കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫൈൻഡിങ്സും സജഷൻസും ടോപ്പ് സ്റ്റഡീസും ഒക്കെ നമ്മൾ വായിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഓൾറെഡി ആ ഒരു ഏരിയയിൽ എന്തെല്ലാം റിസർച്ചുകൾ നടന്നിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നറിയാം. അപ്പോൾ നമ്മുടെ റിസർച്ച് കൊണ്ട് നമുക്ക് പുതിയ നോളജ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. അതുപോലെ മറ്റൊരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസർച്ച് പ്രോസസ്സിനെ തറോ ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ആളുകളും ഉപയോഗിച്ച റിസർച്ച് മെത്തഡോളജീസ്, അവരുടെ സാമ്പിളിംഗ് പ്ലാനിങ്, അവരുടെ ക്വസ്റ്റിനെയർ, അവരുടെ അനാലിസിസ് എല്ലാം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് റിഫൈൻ ചെയ്തിട്ട് ഒരു ബെസ്റ്റ് മോഡൽ നമുക്ക് അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രെയിംവർക്ക് നമുക്ക് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള മെന്റ്ലെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഓൺലൈൻ അവൈലബിൾ ആയിട്ടുള്ള ലിറ്ററേച്ചേഴ്സ് എങ്ങനെ കളക്ട് ചെയ്യാം, ഐഡൻറ്റിഫൈ ചെയ്യാമെന്നും അതിൻ്റെ റെഫറൻസ് നമുക്ക് എങ്ങനെ ഓൺലൈനായിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ മെന്റ്ലെ എന്ന് പറയുന്നത് ഒരു ഫ്രീ ആയിട്ടുള്ള റെഫറൻസ് മാനേജർ വെബ്സൈറ്റ് അല്ലെങ്കിൽ റെഫറൻസ് മാനേജർ സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ ഇറ്റ് ഈസ് ഓൾസോ എൻ അക്കാഡമിക് നെറ്റ്വർക്ക് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ ചെക്ക് ചെയ്തിട്ട് ആ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് പരിചയപ്പെടാം. നമ്മൾ ഗൂഗിളിൽ ജസ്റ്റ് മെന്റ്ലെ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ സെർച്ച് ചെയ്യുന്നു. അപ്പോൾ മെന്റ്ലെ ഡൗൺലോഡ് മെന്റ്ലെ ഡെസ്ക്ടോപ്പ് എന്ന് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ഫസ്റ്റ് ടൈം യൂസർ ആയതുകൊണ്ട് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇമെയിൽ ഐ ഡി ചോദിക്കും. നമ്മുടെ ഒരു ഇമെയിൽ ഐ ഡി അവിടെ ടൈപ്പ് ചെയ്യുക, കണ്ടിന്യൂ പ്രസ് ചെയ്യുക. ദെൻ നമ്മുടെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പേര് എന്ത് ചെയ്യാം കൊടുക്കുക. ഞാൻ തൽക്കാലം ഇവിടെ ഫാമിലി നെയിം ചോദിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് അബ്ബാസ് എന്നും ദെൻ നമ്മുടെ ഫാമിലി നെയിം ടൈപ്പ് ചെയ്യുന്നു. ദെൻ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ഞാനൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തു, രജിസ്റ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. യു ഹാവ് ആൻ എൽസേവിയർ അക്കൗണ്ട്, കണ്ടിന്യൂ ടു മെയിൻലെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പാസ്വേഡ് തൽക്കാലം സേവ് ചെയ്തു മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ഏറ്റവും കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ബെസ്റ്റ് റെക്കമെൻഡേഷൻസ് നമുക്ക് കിട്ടും. തൽക്കാലം ഞാൻ നമ്മളിപ്പോൾ സെർച്ച് ചെയ്യാൻ പോകുന്നതിൽ ബിസിനസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു. അതുപോലെ കറൻറ്റ് റോള് ചോദിക്കുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റോള് എന്താണെന്ന് വെച്ചെങ്കിൽ അത് കൊടുക്കുക. സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ റോള് കൊടുത്തിട്ട് കണ്ടിന്യൂ ടു മെന്റ്ലെ എന്ന് കൊടുത്താൽ മെയിൻലെ അക്കൗണ്ട് റെഡിയായി. ഇപ്പോൾ നമ്മുടെ മെയിൻലെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി, ഇവിടെ ലോഗിൻ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലിറ്ററേച്ചർ സെർച്ച് ചെയ്ത് കൊണ്ടെടുക്കാം. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ടോപ്പിക് ഏതാ വെച്ചാൽ ഒരു കുട്ടി സെലക്ട് ചെയ്തിട്ടുള്ള ബൈയിങ് ബിഹേവിയർ ഓഫ് 2-wheeler കസ്റ്റമേഴ്സ് ഇൻ നിലമ്പൂർ എന്നാണ് കരുതുക. അപ്പോൾ ഇവിടെ ടോപ്പിക് ബൈയിങ് ബിഹേവിയർ ആണ്, അതാ പർച്ചേസിങ് ബിഹേവിയർ അല്ലെങ്കിൽ കൺസ്യൂമർ ബിഹേവിയർ ആണ് അവരുടെ ടോപ്പിക് എന്ന് പറയുന്നത്. ഓഫ് 2-wheeler കസ്റ്റമേഴ്സ് ആണ്, 2-wheeler കസ്റ്റമേഴ്സിൻ്റെ പർച്ചേസിങ് ബിഹേവിയർ ഈ നിലമ്പൂർ എന്നുള്ള ലൊക്കേഷനിലാണ് ടോപ്പിക്കുകൾ. അപ്പോൾ നമ്മൾ ശരിക്കും ലിറ്ററേച്ചർ എടുക്കേണ്ടത് ബൈയിങ് ബിഹേവിയറിൻ്റെ ലിറ്ററേച്ചർ. ബൈയിങ് ബിഹേവിയർ എന്ന് അടിച്ച് സെർച്ച് ചെയ്യാം, അതുപോലെ പർച്ചേസിങ് ബിഹേവിയർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം. അപ്പോൾ ബൈയിങ് ബിഹേവിയർ എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ശരിക്കും ടോപ്പിക്, അതാണ് സെർച്ച് ചെയ്യുന്നത്. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഇതിൽ വരും. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് റിസർച്ചുകൾ വരും. ശരിക്കും നമ്മൾ ഒരു ഡിഗ്രി ലെവലൊക്കെ ചെയ്യുമ്പോൾ ജേർണൽ റിസൾട്ടുകൾ മാത്രം മതി. അപ്പോൾ ജേർണലിൽ മാത്രം ഇവിടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജേർണലിൽ വന്ന ഇതിൻ്റെ റിസർച്ച് ആർട്ടിക്കിൾസ് വരും. പക്ഷെ ഇവിടെ ബൈയിങ് ബിഹേവിയർ 4076 റിസൾട്ട് ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഒന്നുകൂടി നാരോ ഡൗൺ ചെയ്യാം. അതേസമയത്ത് വലിയ PhD ലെവലിലൊക്കെ ആകുമ്പോൾ ഇത്രയും ഇതിലൂടെ നമ്മൾ പോയി നോക്കിയിട്ട് അതിൽ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം.
അപ്പോൾ നാരോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബൈങ് ബിഹേവിയർ ഓഫ് ടു വീലർ കസ്റ്റമേഴ്സ് എന്ന് ഫുള്ള് ടൈപ്പ് ചെയ്യാണ്. ടു വീലർ കസ്റ്റമേഴ്സ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. അപ്പോൾ 7 റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻസഫിഷ്യൻ്റ് ആണ്, എന്നാലും ഇതിൽ നിന്ന് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, കുറച്ച് ആർട്ടിക്കിൾസ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഫസ്റ്റ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗ്രീൻ പർച്ചേസിംഗ് ബിഹേവിയർ ഓഫ് ദ കസ്റ്റമേഴ്സ് ഓഫ് ടു വീലർ ആൻഡ് ത്രീ വീലേഴ്സ് ഇൻ കേരള. അത് നമ്മളായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റഡി ആണല്ലോ. നമ്മൾ ഇത് ടു വീലറിൻ്റെ ഒരു ബൈങ് ബിഹേവിയർ, പർച്ചേസിംഗ് ബിഹേവിയറിൻ്റെ ഒരു സ്റ്റഡി ആണുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ടു ലൈബ്രറി എന്ന് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ നമ്മുടെ മെന്റലയുടെ ലൈബ്രറിയിലേക്ക് അത് ആഡ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ രണ്ടാമത്തെ സ്റ്റഡി നോക്കി, ഇമ്പാക്ട് ഓഫ് ന്യൂട്രീഷണൽ ലാബലിംഗ് ഓൺ കൺസ്യൂമർ ബൈങ് ബിഹേവിയർ. അതും ബൈങ് ബിഹേവിയറിൻ്റെ ഒരു സ്റ്റഡിയാണ്, നമുക്കത് ഇൻക്ലൂഡ് ചെയ്യാവുന്നുള്ളൂ. കാരണം ടു വീലറിൻ്റെ ബൈങ് ബിഹേവിയർ തന്നെ ആവണമെന്നില്ല, എന്നാലും ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷെ ഞാനിത് ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇമ്പാക്ട് ഓഫ് അഡ്വർടൈസ്മെന്റ് ഓൺ കൺസ്യൂമർ ബൈങ് ബിഹേവിയർ ഇൻ ടു വീലർ സെഗ്മെന്റ്, അത് ഇൻക്ലൂഡ് ചെയ്യാം. അത് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണോ. നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഏതും ആഡ് ചെയ്യാം. അത് ബൈങ് ബിഹേവിയർ ആണ് ശരിക്കും മെയിൻ ടോപ്പിക്ക്. അതുമായി ബന്ധപ്പെട്ടുള്ള ടു വീലർ ആവാം, കാർ ആവാം, ത്രീ വീലർ ആവാം, വേറെ പ്രൊഡക്റ്റ് ആവാം, അതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. കാരണം അതിൻ്റെയൊക്കെ മെത്തഡോളജി ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. നേരത്തെ ഒരുപാട് റിസൾട്ട് വന്നുകൊണ്ടാണ് ഞാൻ അതിനെ കറക്റ്റ് നാരോ ആയിട്ട് കിട്ടാൻ വേണ്ടി ടു വീലർ എന്ന് അടിച്ചത്. അതുപോലെ വേറൊരു സ്റ്റഡി കാണുന്നുണ്ട്, എ സ്റ്റഡി ഓൺ ഇഫക്റ്റ് ഓഫ് CSR ഇനീഷ്യേറ്റീവ് ഓഫ് ടു വീലർ ഇൻഡസ്ട്രി ഇൻ കൺസ്യൂമർ ബൈങ് ബിഹേവിയർ. അത് വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റഡിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ഓൺ ടു വീലർ, അതും എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാം. വളരെ റിലേറ്റഡ് ആയിട്ടുള്ള റിലവൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസാണ്. അതൊക്കെ ഞാനപ്പോൾ എന്ത് ചെയ്തു, എൻ്റെ ലൈബ്രറിക്ക് ആഡ് ചെയ്തു. ഇനി കുറച്ചും കൂടി ടോപ്പിക്ക് വേണം, ഒരു 15 അല്ലെങ്കിൽ 10 to 15 വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ ഒന്നുകൂടി ഈ റിസൾട്ടിനെ ബ്രോഡ് ആക്കാൻ വേണ്ടിയിട്ട് ടു വീലർ ഓഫ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബൈങ് ബിഹേവിയർ ആണ് നമ്മൾ കൊടുത്ത്, ബൈങ് ബിഹേവിയർ ഓഫ് പാസഞ്ചർ കാർസ് എന്ന് കൊടുക്കുക. ഞാൻ അങ്ങനെ കൊടുക്കാൻ കാര്യം, കാറുമായി ബന്ധപ്പെട്ടും വേറെ കുറേ സ്റ്റഡി നടന്നത്, അത് നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റും. എന്താണ് സ്റ്റഡി ഓൺ ഇമ്പാക്ട് കൺസ്യൂമർ ബിഹേവിയർ പാറ്റേൺ ഇൻ ബൈങ് ഡിസിഷൻ ഓഫ് സ്മോൾ കാർസ് ഇൻ കർണാടക, അതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അത് ഞാൻ ആഡ് ചെയ്തു. എ സ്റ്റഡി ഓൺ ബൈങ് ഡിസിഷൻ ഇൻഫ്ലുവൻസേഴ്സ് ഓഫ് പാസഞ്ചർ കാർ സെഗ്മെന്റ്, അത് ആഡ് ചെയ്തു. അതുപോലെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബൈങ് ബിഹേവിയർ, അത് ഇൻക്ലൂഡ് ചെയ്തു. ദെൻ ആൻ എക്സ്പ്ലോഷൻ ഇൻ ദ ഫാക്ടേഴ്സ് പ്രൊഫഷണൽ സ്മോൾ കാർസ് ഉണ്ട്. അങ്ങനെ കാറുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി വേറെ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ബൈങ് ബിഹേവിയർ കേരള എന്ന് വെറുതെ ടൈപ്പ് ചെയ്ത് നോക്കി. കേരളത്തിൽ ബൈങ് ബിഹേവിയറുമായി ബന്ധപ്പെട്ട സ്റ്റഡി ഉണ്ടെന്ന്. ഇത് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തുകൊണ്ട് ആണ്, അല്ല, ഇത് അവയർനെസ് ഓൺ ഗ്രീൻ മാർക്കറ്റിംഗ് ആൻഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഓൺ ബൈങ് ബിഹേവിയർ ഇൻ കേരള ഉണ്ട്. അനാലിസിസ് ഓഫ് റോൾ ഓഫ് സ്മാർട്ട് ഫോൺസ്, അത് വേണ്ട. മോഡൽ അണ്ടർസ്റ്റാൻഡിംഗ് ബൈങ് ബിഹേവിയർ ഓഫ് മൈഗ്രന്റ് വർക്കേഴ്സ് വിത്ത് കൺസിഡറേഷൻ ടു കേരള റീജിയൻ ഉണ്ട്. ഇൻഫ്ലുവൻസ് ഓഫ് പാക്കേജിംഗ്, ഇഫക്റ്റ് ഓഫ് അഡ്വർടൈസ്മെന്റ് ഓൺ കൺസ്യൂമർ ബിഹേവിയർ ടുവാർഡ്സ് ബാത്തിങ് സോപ്പ്, അതിന് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഗ്രീൻ പർച്ചേസിംഗ്, അത് ഓൾറെഡി ആഡ് ചെയ്തുകൊണ്ടാണ് വ്യൂ ഇൻ ലൈബ്രറി എന്ന് കാണിക്കുന്നത്. ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തതാണ്. എ സ്റ്റഡി ഓൺ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബൈങ് ബിഹേവിയർ ഇൻ കോസ്മെറ്റിക് പ്രോഡക്റ്റ്, നമുക്കതും വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമ്മുടെ ലൈബ്രറി എന്നുള്ളതിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈബ്രറി എന്നുള്ളതിലേക്ക് പോകുമ്പോൾ നമ്മുടെ മെന്റിലെ ലൈബ്രറി റെഫറൻസ് മാനേജർ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വിൻഡോ ആണ് എന്ത് ചെയ്യുക, ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ ഇപ്പം നമ്മൾ ആഡ് ചെയ്ത സ്റ്റഡീസാണ് ഈ ഇതിൽ കാണുന്നത്. ഇത്രയും നമ്പേഴ്സ് ഉണ്ട്. ഇതിനെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും വേണമെങ്കിൽ വായിച്ചു നോക്കാം. ബൈങ് ബിഹേവിയർ ഓഫ് ടു വീലർ ഇൻഡസ്ട്രി എന്ന് കണ്ടില്ലേ, ഇപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ടൈറ്റില്, അതിൻ്റെ ഓതറുടെ പേര്, അതിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ് ഇവിടെ കിട്ടും, റീഡ്. അപ്പോൾ നമ്മൾ മെന്റിലെ വെബ് വേർഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ വെബ് ലൈബ്രറിയിലേക്ക് നമുക്ക് ആവശ്യമുള്ള എല്ലാ ലിറ്ററേച്ചേഴ്സും നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ റിവ്യൂസ്, നമ്മുടെ ലിറ്ററേച്ചർ റിവ്യൂ എന്നുള്ള ചാപ്റ്റർ നമ്മൾ ഡെസ്ക്ടോപ്പിൽ മൈക്രോസോഫ്റ്റ് വേർഡിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് റെഫറൻസ് മാനേജർ അല്ലെങ്കിൽ റെഫറൻസ് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻലി ഡെസ്ക്ടോപ്പ് ഫോർ വിൻഡോസ് എന്നുള്ളത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് ഈ ഫയൽ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻലി ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മെന്റിലെ വെബ് വേർഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ ലിറ്ററേച്ചർ റിവ്യൂസും നമ്മുടെ ലൈബ്രറിയിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ജേർണൽ ആർട്ടിക്കിൾസ് നമ്മുടെ ലിറ്ററേച്ചർ റിവ്യൂ എന്നുള്ള ചാപ്റ്റർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ വേർഡ് ഫയലിൽ ലഭ്യമാകണം എന്നുണ്ടെങ്കിൽ മെയിൻലി ഡെസ്ക്ടോപ്പ് ഫോർ വിൻഡോസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയിൻലി ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഷോർട്ട് കട്ട് ഇവിടെ കാണാൻ പറ്റും. അത് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ മെയിൻലി ഡെസ്ക്ടോപ്പ് അക്കൗണ്ടിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാം. നേരത്തെ യൂസ് ചെയ്ത അതേ യൂസർ ID യും പാസ്വേഡും കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം,
ഇവിടെ യൂസ് ചെയ്യാം. വെബ് അക്കൗണ്ടും അതുപോലെ ഡെസ്ക്ടോപ്പ് അക്കൗണ്ടും സിങ്ക് ചെയ്തിട്ടാണ് എപ്പോഴും ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ അവിടെ ആഡ് ചെയ്ത എല്ലാ ഇൻഫർമേഷനും ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നമ്മുടെ പാസ്വേഡ് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം, യൂസർ ഐ ഡിയും കറക്റ്റായിട്ട് ഫീഡ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ലോഗിൻ ചെയ്യാൻ പറ്റുക. അങ്ങനെ ലോഗിൻ ആയി കഴിഞ്ഞാൽ റെഫറൻസ് മാനേജർ ഇൻസ്റ്റാൾഡ് എന്ന് പറയുന്നുണ്ട്. ഈ സൈറ്റേഷൻ പ്ലഗിൻ ഇൻസ്റ്റാൾഡ് എന്ന് പറയുന്നില്ലെങ്കിൽ നമ്മൾ അവിടെ ഇൻസ്റ്റാൾ എന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. എന്നാലേ ഡയറക്റ്റ് ആയിട്ട് നമ്മളെ വേർഡിലേക്ക് ഈ മെൻറ്റിൽ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും ആർട്ടിക്കിളാണ് നമ്മൾ എന്ത് ചെയ്തത്, നിലവിലിപ്പോൾ മെൻറ്റിലയുടെ ലൈബ്രറിയിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ഈ സ്റ്റഡിയുടെ സതീഷ് കുമാർ കണ്ടക്ട് ചെയ്ത ഈ സ്റ്റഡിയുടെ ഒരു ലിറ്ററേച്ചറാണ് ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ അബ്സ്ട്രാക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മൾ വേർഡ് ഫയലിൽ അത് പേസ്റ്റ് ചെയ്യുന്നു. അതിന് മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സൈറ്റേഷൻ ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ റെഫറൻസസ് എന്നുള്ളതിൽ പോയിട്ട് ഇൻസേർട്ട് സൈറ്റേഷൻ എന്നുള്ളതിൽ പോയിട്ട് നമ്മൾ ഓർക്കുന്നപ്പോൾ അയാളുടെ സതീഷ് കുമാർ എന്നുള്ള പേരാണ്. അപ്പോൾ സതീഷ് കുമാറിന് ജസ്റ്റ് സെർച്ച് ചെയ്തപ്പോൾ അതവിടെ കണ്ടു. അത് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്താവും, ആ സൈറ്റേഷൻ അവിടെ ആഡ് ആവും. അത് കഴിഞ്ഞിട്ട് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സതീഷ് കുമാർ 2009 സ്റ്റഡീഡ് ദാറ്റ് എന്നെഴുതിയിട്ട് തൽക്കാലം ഞാൻ എന്ത് ചെയ്തു, ഈ അബ്സ്ട്രാക്റ്റിനെ അതേപോലെ അവിടെ നിലനിർത്തിയതാണ്. നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും അതിൻ്റെ ഫുൾ ആർട്ടിക്കിൾ വായിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് തോന്നിയ സമ്മറിയാണ് ഇവിടെ എഴുതി വെക്കേണ്ടത്. ഈ അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് ഓതർ തന്നെയോ അല്ലെങ്കിൽ ഈ മെൻറ്റിലയിലേക്ക് ഈ ആർട്ടിക്കിളിനെ ആഡ് ചെയ്ത ആളോ കൊടുത്ത ഒരു സമ്മറിയാണുള്ളത്. അതിന് തൽക്കാലം ഞാൻ അതേപോലെ യൂസ് ചെയ്യണേ. ഇതേപോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേജറിസം ചെക്കിംഗ് സോഫ്റ്റ്വെയറിൽ കാണിക്കുമ്പോൾ നമുക്ക് പ്ലേജറിസം കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മളിതിന് എന്ത് ചെയ്തോളണം, നമ്മുടേതായ ലാംഗ്വേജിലേക്ക് റീഫ്രെയിം ചെയ്തിട്ട് വേണം എഴുതാൻ. ഇനിയിപ്പോൾ രണ്ടാമത് ഞാൻ റെഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശ്രീനിവാസ് എന്ന് പറയുന്ന ആൾ എഴുതിയ ഈ ആർട്ടിക്കിളാണ്. അപ്പോൾ ഇവിടെയും ഞാൻ അതിൻ്റെ എന്ത് ചെയ്തു, അബ്സ്ട്രാക്റ്റ് ഞാൻ കോപ്പി ചെയ്തു. എന്നിട്ട് നമ്മുടെ ലിറ്ററേച്ചർ റിവ്യൂ എന്ന ചാപ്റ്ററിൽ പേസ്റ്റ് ചെയ്തു. അതിൻ്റെ മുകളിലായിട്ട് സൈറ്റേഷൻ എന്ന് കൊടുത്തിട്ട് ഞാൻ ഓതറുടെ പേര് ശ്രീനിവാസ് എന്ന് സെർച്ച് ചെയ്തു. ഓതറുടെ പേരോ ടൈറ്റിലോ എന്തും വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ലൈബ്രറിയിലേക്ക് ആഡ് ചെയ്തതിനകത്ത് സെർച്ച് ചെയ്യുന്നതുകൊണ്ട് വളരെ ക്വിക്കായിട്ട് നമുക്കത് കണ്ടെത്താനും പറ്റും. എന്നിട്ട് ഇവിടെ ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാസ് റിപ്പോർട്ടഡ് ദാറ്റ് എന്നുള്ളൊരു സെൻറ്റൻസ് എഴുതിയിട്ട് ഇതിനെ കണക്ട് ചെയ്തു അബ്സ്ട്രാക്റ്റിനെ. ദെൻ മൂന്നാമതൊരൊറ്റ ഒന്നുകൂടി ഞാൻ സാമ്പിളിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാം. അതിൽ ഈ അവസാനത്തെ സ്റ്റഡിയാണ് ഹരികുമാർ കണ്ടക്ട് ചെയ്ത ഈ അവസാനത്തെ സ്റ്റഡിയാണ് ഉപയോഗിക്കുന്നത്. അത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗ്രീൻ പർച്ചേസിങ് ബിഹേവിയർ എന്നുള്ള ടോപ്പിക്കാണ്, കേരളത്തിലാണ്. അപ്പോൾ അതിനെ ഞാൻ സെലക്ട് ചെയ്തു, കോപ്പി ചെയ്തു. എന്നിട്ട് നമ്മൾ ആബ്സ്ട്രാക്റ്റ് പേസ്റ്റ് ചെയ്തു. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം, ഈ സൈറ്റേഷൻ കൊടുക്കാം. അപ്പോൾ ഹരികുമാർ തന്നെ ആയതുകൊണ്ട് അത് സെർച്ച് ചെയ്തു. അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ആയിരുന്നു ടോപ്പിക്ക്, സെലക്ട് ചെയ്തു. എന്നിട്ട് സേസ് ദാറ്റ് എന്ന് മാത്രം കൊടുത്തിട്ട് ആ സെൻറ്റൻസുകളൊന്ന് ലിങ്ക് ചെയ്തിട്ട് നമ്മൾ എഴുതി വെച്ചു. അപ്പോൾ 3 റിവ്യൂസ് ആയിപ്പോൾ ഇതുപോലത്തെ ഒരു 10 to 15 റിവ്യൂസാണ് ഡിഗ്രി ലെവൽ പ്രൊജക്റ്റിൽ ഉണ്ടാവേണ്ടത്. ഒരു 3 പേജ് 4 പേജ് കണ്ടന്റ് ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെയാണുള്ളത്. ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ഈ ചാപ്റ്ററിൻ്റെ റെഫറൻസസ് എന്ന് കൊടുക്കുക. റെഫറൻസസ് എന്ന് കൊടുത്തിട്ട് നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തന്നെ ഇതിൻ്റെ റെഫറൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇൻസേർട്ട് ബിബ്ലിയോഗ്രഫി എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ സൈറ്റേഷൻ കൊടുത്ത 3ൻ്റെയും റെഫറൻസ് ഇവിടെ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ഫോർമാറ്റിൽ അത് എന്ത് ചെയ്യും, ഇൻസേർട്ട് ചെയ്യും. ഇതിപ്പോൾ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ അല്ലെങ്കിൽ APA 7th എഡിഷൻ സ്റ്റൈലാണ് ഫോളോ ചെയ്തത്. ഇനി വേറെ എന്തെങ്കിലും സ്റ്റൈൽ നമ്മളോട് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റി കൊടുക്കാം. സോഷ്യൽ സയൻസിൽ സാധാരണ APA സ്റ്റൈലാണ് ഫോളോ ചെയ്യുക. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഹാങ്ങിങ് ഇൻഡൻ്റ് ആയിട്ട് ഇത് ലെഫ്റ്റിലേക്ക് അലൈൻ ചെയ്യുന്ന ഇവിടെ കുറച്ച് റൈറ്റിലേക്ക് മാറിയിട്ടാണ് അടുത്ത ലൈനുകളൊക്കെ എഴുതുക. ഇത് ഓതറുടെ പേരാണ്, ഇത് ഇയറാണ്, ഇത് ടോപ്പിക്കാണ്, ഇത് വന്ന ആർട്ടിക്കിളിൻ്റെ ഇതിൻ്റെ പേരാണിത്, ആ ബുക്കിൻ്റെ പേരാണുള്ളത്, ഇതിൻ്റെ പേജ് നമ്പറുകൾ, വോളിയം അതെല്ലാം ഉണ്ടാവും. അതുപോലെ EDOI എന്നുള്ള വെബ് ആക്സസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫുൾ ആർട്ടിക്കിൾ ഇവിടെ വായിക്കാം. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഫുൾ ആർട്ടിക്കിൾ വായിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലിറ്ററേച്ചർ റിവ്യൂ എന്നുള്ള ചാപ്റ്റർ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ സമ്മപ്പ് ഇത് എന്താ വെച്ചാൽ ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് സ്റ്റഡീസ് കളക്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ മെൻറ്റിലെ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അതുപോലെ അതിൻ്റെ വെബ് വേർഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റഡീസ് കിട്ടും. ഇതൊരു ഫ്രീ ആയിട്ടുള്ള റെഫറൻസ് മാനേജർ സോഫ്റ്റ്വെയർ ആണ്. അതിൻ്റെ കൂടെ തന്നെ ഇത് എന്തുകൂടിയാണ്, ഒരു അക്കാഡമിക് റിസർച്ച് നെറ്റ്വർക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലൊരുപാട് റിസർച്ചേഴ്സിൻ്റെ പ്രൊഫൈൽ കാണാൻ പറ്റും. അതുപോലെ അവർ പുതിയതായിട്ട് പബ്ലിഷ് ചെയ്യുന്ന ആർട്ടിക്കിൾസിൻ്റെയൊക്കെ ആക്സസ് കിട്ടും.
അതുപോലെ നമ്മുടെ ഫേവറേറ്റ് ടോപ്പിക് കാര്യങ്ങൾ ഇതിലേക്ക് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ലേറ്റസ്റ്റ് സ്റ്റഡീസ് ഒക്കെ വരുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനും കിട്ടും. അങ്ങനത്തെ ഒരു റിസർച്ച് നെറ്റ്വർക്ക് കൂടിയാണ് എന്ന് പറയുന്നത് ഈ മെന്റിലെ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും എങ്ങനെയാണ് ഇത് ഉപയോഗിച്ച് ക്വിക്കായിട്ട് റെഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ റെഫറൻസുകളാണ് പിന്നെ നമ്മൾ ബിബ്ലിയോഗ്രഫിയിലേക്കും എടുക്കുന്നത്. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിൽ നമ്മൾ സൈറ്റ് ചെയ്ത റെഫറൻസുകൾ ആ ചാപ്റ്ററിൻ്റെ താഴെ എഴുതാം. എന്നിട്ട് ഇതെല്ലാ ചാപ്റ്ററിലെയും കൂടി കളക്ട് ചെയ്തിട്ട് അവസാനം ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്ന ഒരു പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ട് വെക്കുകയും ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.